ഹലോ, ഇന്നലെ നമ്മളുടെ ഫൈനൽ ഇന്റർവ്യൂ കൊച്ചിയിൽ വെച്ചു. നല്ല രീതിയിൽ നടന്നു. വന്ന് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും എന്റെ നന്ദി പറയുകയാണ്. ഷോർട്ട് ലിസ്റ്റിൽ വന്ന എല്ലാവരും, ഏറെക്കുറെ എല്ലാവരും, കുറച്ചു പേര് വെച്ച് ബാക്കി എല്ലാവരും വന്ന് അറ്റൻഡ് ചെയ്തു. കൂടാതെ ഡിഗ്രി ഓർ ഡിപ്ലോമ ഉള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. നമ്മളെ കോൺടാക്ട് ചെയ്യുകയും കംപ്ലീറ്റ് ഒരു CV നമുക്ക് തന്നവര് ഇന്നലെ ഡയറക്റ്റ് വരികയും അവർക്ക് ഇന്റർവ്യൂ കൊടുക്കുകയുണ്ടായി. അതിൽ ഇന്നലത്തെ ഇന്റർവ്യൂ നടന്നതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. റിസൾട്ട് നാളെ ഒരു 10-10:30 ആകുമ്പോൾ ഞാൻ ഇവരെല്ലാവർക്കും ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. എല്ലാവരും വെയിറ്റിംഗിലാണ്, കട്ട വെയിറ്റിംഗിലാണ് റിസൾട്ടിന് വേണ്ടി. ടൈമിങ്ങിൽ തന്നെ ഞാനത് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ സിവിൽ എഞ്ചിനീയേഴ്സിന്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. ഡിപ്ലോമ ഓർ ഡിഗ്രി ഉള്ള സിവിൽ എഞ്ചിനീയേഴ്സ് പഠിച്ച് എക്സ്പീരിയൻസിലുള്ള ഒരു 3 ഇയർ, മിനിമം 3 ഇയർ എബോ എക്സ്പീരിയൻസ് ഉള്ള സിവിൽ എഞ്ചിനീയേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ തന്നെ വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. മിനി ബ്ലോഗ് എന്റെ സിസ്റ്ററാണ്. ഇന്ന് മിനി ചെയ്തൊരു വീഡിയോയില് ഒരു പുള്ളിക്കാരത്തി കമന്റ് പറഞ്ഞു, ഇന്നലെ ഇസ്രേലികൾ ഇന്റർവ്യൂ നടത്തി നിങ്ങൾക്ക് വേണ്ടി മാത്രമാണോ, നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളാണോ ഇറക്കിയത്, തള്ളരുത് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യണ്ടായി. ആ പുള്ളിക്കാരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇന്നലെ ഇന്നലത്തെ കാര്യം, ഇസ്രേലി വന്നതും ഇന്റർവ്യൂ ചെയ്തതും ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എന്ന് പറയാൻ വല്ല തെളിവുണ്ടോ? ഇല്ലാലോ. അപ്പൊ അമ്മാതിരി ഡയലോഗ് പറയരുത്. ഇന്നലെ വന്നവർക്കും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തവർക്കും അവിടെ നിരീക്ഷിക്കാൻ വന്നവർക്കും അറിയാം എന്താണ് അവിടെ ഉണ്ടായത്. നമുക്ക് വേണ്ടി തന്നെയാ വന്നത്. കൂടാതെ കൊല്ലത്തുള്ളവര് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡയറക്റ്റ് തരാൻ ബുദ്ധിമുട്ടുള്ളവര്, നമ്മളെ ഫേസ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാര് ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ ആൾക്കാരെ വിട്ടു, കാൻഡിഡേറ്റ്സിന് വിട്ടു. എല്ലാവർക്കും ഇന്റർവ്യൂ കൊടുക്കാൻ ദൈവം സഹായിച്ചു. എല്ലാരും പോട്ടെ, രക്ഷപ്പെടട്ടെ. ഇസ്രായേൽ എന്ന രാജ്യത്ത് കാലുകുത്തിയാൽ ദൈവം എല്ലാരും അനുഗ്രഹിക്കും. അപ്പൊ എല്ലാരും പോട്ടെ, കഷ്ടപ്പെട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ മനസ്സുള്ളവര് അറ്റൻഡ് ചെയ്യട്ടെ, അവർ പാസ്സാവട്ടെ, അവർ പോകട്ടെ. ആ ഒരു മനസ്സുണ്ട്. പിന്നെ നമ്മൾ ജെന്യൂനാണ്, ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയത്തില്ല, പറയുന്ന കാര്യങ്ങൾ ഉള്ളതുമായിരിക്കും. അതുകൊണ്ട് നെഗറ്റീവ് പറഞ്ഞോ, പക്ഷേ ഇമാതിരി നിങ്ങളാണോ ഇറക്കിയത്, തള്ളരുതെന്നും പറയരുത്. ദൈവത്തിന്റെ കൃപയാല്, എല്ലാം ദൈവത്തിന്റെ കൃപയാല്. ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു ഇന്നലത്തെ ഇന്റർവ്യൂ. പിന്നെ കുറച്ചുപേരല്ലാതെ പുറത്തുനിന്ന് വന്നു, നമ്മൾ ഇന്റർവ്യൂ കൊടുത്തു. അതാണ് അതിന്റെ സത്യം. അപ്പം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തവർക്കും ഇനി അറ്റൻഡ് ചെയ്യാനുള്ളവർക്കും എല്ലാം